Hello my dear students, welcome to Learner's World. In this video, I talk about Unit 1, Glimpses of Greatness. I will fly Part 2, Questions and Answers. Textual questions and answers. Question number 1. Why does Dr. Kalam say that no youth needs to fear about the future? അതായത് എന്തുകൊണ്ടാണ് ഡോക്ടർ കലാം പറഞ്ഞിട്ടുള്ളത്, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് യൂത്ത് പേടിക്കേണ്ടതില്ല എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? ആൻസർ: Dr. Kalam says that no youth needs to fear about the future because the ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഭൂമിയിലുള്ള മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് എന്ന് പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ആണ്. അതായത് ഫ്ലെയിംഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, അതായത് കത്തിജ്വലിക്കുന്ന യുവത്വം തന്നെയാണ് നമ്മുടെ ഭൂമിയിലുള്ള പവർഫുൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഭയക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് വാസ് ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ്റെ മിഷൻ എന്തായിരുന്നു എന്നാണ്. The mission of Shastrayan was the preparation of about 2,000 students from different schools to be engineers, doctors, scientists, qualified managers and civil servants. This would in turn empower 2,000 families of the village. അതായത് ശാസ്ത്രയാൻ മിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ 2,000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്, അതായത് പലതരത്തിലുള്ള സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള 2,000 സ്റ്റുഡൻസിനെ എൻജിനീയേഴ്സ് ആക്കുക, അതുപോലെ ഡോക്ടേഴ്സ് ആക്കുക, സയൻറ്റിസ്റ്റ് ആക്കുക, സിവിൽ സർവൻസ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയ അതായിരുന്നു അതിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിലേക്ക് നയിക്കും? അതായത് ആ വില്ലേജിലുള്ള 2,000 ഫാമിലിയെ എംപവർ ചെയ്യാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. Question number 3. Dr. Kalam's talk was on the topic Science Empowers the Nation. How does science empowers the nation? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് എംപവേഴ്സ് ദ നാഷൻ ആയിരുന്നു. എങ്ങനെയാണ് നമ്മുടെ നാഷന് സയൻസ് ശാക്തീകരണം നൽകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ: സയൻസ് എംപവേഴ്സ് ദ നാഷൻ ബൈ മേക്കിംഗ് കണ്ടിന്യൂസ് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, മെഡിസിൻ, ന്യൂട്രീഷൻ, മൈനിങ്, ഇൻഡസ്ട്രീസ് ഫോർ വേരിയസ് കൈൻഡ്സ്, ആർക്കിടെക്ചർ, സ്പേസ് എക്സ്പ്ലോറേഷൻ, ഡിഫൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾ സച്ച് റിലേറ്റഡ് മാറ്റേഴ്സ് ദാറ്റ് ബ്രിങ് പ്രോഗ്രസ് ടു ദ നാഷൻ. അതായത് നമ്മളുടെ ഈ ഒരു നാഷനെ എങ്ങനെയാണ് സയൻസ് എംപവേഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഫീൽഡുകളിൽ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രസ് നൽകിക്കൊണ്ടാണ് നമ്മളുടെ നാഷനെ സയൻസ് എംപവേഴ്സ് ചെയ്യുന്നത്. അതായത് അഗ്രികൾച്ചർ മേഖലയിലെ മെഡിസിൻ, ന്യൂട്രീഷൻ, ഇൻഡസ്ട്രീസ് ഓഫ് വേരിയസ് കൈൻഡ്സ്, ആർക്കിടെക്ചർ, സ്പേസ്, ഈ മേഖലകളിലൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളുടെ നാഷനെ സയൻസ് എംപവേഴ്സ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. വൈ കുഡിൻ ദ ബോയ് ഗ്യാദർ കോൺഫിഡൻസ്? അതായത് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് കോൺഫിഡൻസ് കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. ദ ബോയ് കുഡിൻ ഗ്യാദർ കോൺഫിഡൻസ് ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ് ത്രൂ ഹിസ് എഡ്യൂക്കേഷൻ ഓൾ ദോസ് ഇയേഴ്സ്. അപ്പോൾ ആ കുട്ടിക്ക് കോൺഫിഡൻസ്, ആ കുട്ടി ഇത്രയും വർഷങ്ങൾ പഠിച്ചിട്ടും ആ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്ന് ആ കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടില്ല? കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ പ്രൈമറി തിങ്സ് എഡ്യൂക്കേഷൻ ഷുഡ് ഡു ഈസ് ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ദ സ്റ്റുഡൻസ്. അതായത് ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പ്രൈമറി തിങ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കുട്ടികളിൽ കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. The failure of the boy to gain confidence can be seen as the failure of the educational system and the teachers. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞത് കൊണ്ട്, അതായത് കോൺഫിഡൻസ് ഇല്ല, ആ കുട്ടി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ അത് ആരുടെ കൂടെ ഫെയിലിയർ ആണ്? ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണ് അത് കാണിക്കുന്നത്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഫെയിലിയർ കൂടിയാണ് അവിടെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് യു വർ ദർ വുഡ് യു ഡയർ ടു ആസ്ക് ഡോക്ടർ കലാം എ ക്വസ്റ്റ്യൻ? അതായത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ കലാമിനോട് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: യെസ്, ഐ വുഡ് ആസ്ക് ഹിം ടു ടെൽ മീ വേസ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ഫ്രം അവർ കൺട്രി. ഞാൻ തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് പോവർട്ടിയെ ഇല്ലാതാക്കാം, പട്ടിണിയെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് വാസ് ദ ബോയ്സ് കൺസേൺ
എന്തായിരുന്നു ആ കുട്ടിയുടെ കൺസേൺ. ദ ബോയ് വാണ്ടഡ് ടു ബി എ മറൈൻ എഞ്ചിനീയർ. ആ കുട്ടി ഒരു മറൈൻ എഞ്ചിനീയർ ആവണം എന്നാണ് ആഗ്രഹിച്ചത്. ഈ വാണ്ടഡ് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. ഒരു ഷിപ്പിൽ യാത്ര ചെയ്യാൻ ആ കുട്ടി ആഗ്രഹിച്ചു. ഈ വാണ്ടഡ് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിച്ചു. ഈ വാണ്ടഡ് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ആ കുട്ടി ആ ഒരു ഷിപ്പിൻ്റെ എൻജിൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. ഈ വാണ്ടഡ് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ഈ വാണ്ടഡ് ടു നോ ഇഫ് ഹി വുഡ് ബി ഏബിൾ ടു ഡു ഓൾ ദിസ് ആൻഡ് ഹൗ ടു അച്ചീവ് ഹിസ് മിഷൻ ആൻഡ് വാട്ട് ഹി ഷുഡ് ടു അച്ചീവ്. അതുപോലെ ആ കുട്ടിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു, അതായത് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവൻ അറിയേണ്ടതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. Then question number 7. Imagine that you get the opportunity to address class 10 students before their public examination. On the basis of Dr. Kalam's message, prepare a speech to motivate and prepare them for the examination. അതായത് നിങ്ങൾക്ക് ഒരവസരം കിട്ടുകയാണ് എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് SSLC എക്സാമിന് എഴുതാൻ പോകുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡോക്ടർ കലാമിൻ്റെ സ്പീച്ചിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ ആ കുട്ടികളോട് എന്തൊക്കെ മോട്ടിവേഷൻസാണ് നൽകുക, അതായത് ആ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മോട്ടിവേഷൻസാണ് നൽകുക എന്നുള്ളത് നിങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം? മൈ ഡിയർ സ്റ്റുഡൻസ്, യു ആർ സൂൺ ഗോയിങ് ടു അപ്പിയർ ഫോർ ദ SSLC എക്സാമിനേഷൻ വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി എ ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വലിയൊരു SSLC എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണിത്. സം സ്റ്റുഡൻസ് ഗെറ്റ് പനിക്ക് ബിഫോർ ദ എക്സാമിനേഷൻ ആൻഡ് സ്പോയിൽ ദെയർ ചാൻസസ് ടു ഡു വെൽ. ചില കുട്ടികൾ എന്താണ് അതിൽ ഉഴപ്പം, അങ്ങനെ അവരുടെ ആ ചാൻസ് നല്ല രീതിയിൽ അവർ വിനിയോഗിക്കില്ല. ദർ ഇസ് നോ നീഡ് ടു ഫിയർ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ദ എക്സാമിനേഷൻസ് ആർ സിംപ്ലി ടു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ തിങ്സ് ദാറ്റ് യു ഹാവ് ബീൻ തോട്ട് ഇൻ ദ ക്ലാസ്. അതായത് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് എന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യൽ മാത്രമാണ് നടത്തുന്നത്. മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ബിഫോർ യു ഹാവ് ടേക്കൺ ദിസ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻ, സോ ദിസ് ഈസ് നത്തിങ് ന്യൂ ഓർ ടെറിഫൈങ്. അതായത് ഒരുപാട് കുട്ടികൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഡോണ്ട് ബി നെർവസ്. നിങ്ങൾ ഒരിക്കലും പേടിക്കാതിരിക്കുക. ബി ഒപ്റ്റിമിസ്റ്റിക്. നിങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ബി കൂൾ, കാം ആൻഡ് കമ്പോസ്ഡ്. അതായത് നിങ്ങൾ നല്ല കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുക. ഫിയർ വിൽ നോട്ട് ഹെൽപ്പ് യു. അതായത് നിങ്ങൾ ഒരുപാട് പേടിച്ചത് കൊണ്ട് അത് നിങ്ങളെ സഹായിക്കൂല. ഇറ്റ് വിൽ ഓൺലി മേക്ക് യു ഫോർഗെറ്റ് വാട്ട് യു ഓൾറെഡി നോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാൻ മാത്രമേ ഫിയർ, പേടി നിങ്ങളെ സഹായിക്കുള്ളൂ. യു ഹാവ് ബീൻ റീഡിങ് യുവർ ലെസൺസ് റെഗുലർലി ആൻഡ് ഡൂയിങ് ദ അസൈൻമെൻറ്റ്സ്. നിങ്ങൾ നിങ്ങളുടെ പോർഷൻസ് റെഗുലറായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുക. ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ടെസ്റ്റിംഗ് യുവർ നോളജ് എവറി നൗ ആൻഡ് ദെൻ. നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാ സമയത്തും നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. യു ഓൾറെഡി നോ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഇൻ ദ എക്സാമിനേഷൻ ആൻഡ് ദ ടൈം യു ഹാവ് ടു ആൻസർ ദം. അതുപോലെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷന് വരുന്നത്, അതുപോലെ എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് മേക്ക് എ പ്ലാൻ ടു ആൻസർ ദം ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മാനർ. അതുപോലെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് നല്ല ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ എന്താണ് ഒരു എക്സാം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. You have read the story His First Flight by Liam Flaherty. The seagull was reluctant to take his first flight. അതായത് നിങ്ങൾ ആ ഒരു ലിയം ഫ്ലാഹെട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സീഗള് വളരെ പേടിച്ചിട്ടാണ് ആ ഒരു സീഗളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത്. The seagull was reluctant to take his first flight, but goaded by his mother, he take his flight and then he find it is smooth and he experiences no problem. അങ്ങനെ അവൻ്റെ അമ്മ എന്താണ് അവൻ നല്ല രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവന് നല്ല രീതിയിൽ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ കഴിഞ്ഞു. ഇൻ എ സിമിലർ ഫാഷൻ യു go courageously and confidently to take your examination and everything is going to be fine. അത് നിങ്ങൾ നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടും കറേജിയസ് ആയിട്ടും എക്സാം എഴുതാൻ പോവുക. എല്ലാം നല്ലതായിട്ട് വരും. കീപ് യുവർ മൈൻഡ് ഹാപ്പി വിത്ത് എൻകറേജിങ് തോട്ട്സ്. അതുപോലെ നിങ്ങളുടെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ട് വെക്കുക, നല്ല പ്രോത്സാഹനം നിങ്ങളുടെ മനസ്സിൽ നൽകുക. ബി ഒപ്റ്റിമിസ്റ്റിക്. നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ പോവുക. യു ആർ നോട്ട് ദ ഫസ്റ്റ് ഓർ ദ ഓൺലി വൺ ഗോയിങ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. അതായത് ഈ ഒരു ലോകത്ത് നിങ്ങൾ മാത്രമല്ല ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നതും,
അവസാനമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നതും നിങ്ങൾ എഴുതുമ്പോൾ മാത്രമല്ല എന്നാണ് പറയുന്നത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് എക്സാമിനേഷൻ. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഓഫ് എക്സാമിനേഷൻസ് ആണ്. ദ പീപ്പിൾ ഹു ഫേസ് ദം വിത്ത് കോൺഫിഡൻസ് ആൻഡ് കറേജ് വിൽ സക്സീഡ് ഇൻ ലൈഫ്. ആരെയാണോ ആ എക്സാമിനേഷൻസിൽ, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ കോൺഫിഡൻസോട് കൂടിയിട്ടും കറേജോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത്, അവൻ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. യു ഡോണ്ട് ഹാവ് ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കലാം ഹാസ് ടോൾ യു ടു ബി യൂണിക് ടു ബി യു. കലാം എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് നിങ്ങളായിരിക്കുക, നിങ്ങൾ യൂണിക് ആയിരിക്കുക. യു നോ യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ് ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ടൈം. അതായത് നിങ്ങൾക്കറിയാം അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിൽ എന്തൊക്കെയാണ് നല്ലത് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നൗ യു സിംപ്ലി ഹാവ് ടു ഡു യുവർ ബെസ്റ്റ് ആസ് യു റൈറ്റ് ദ എക്സാമിനേഷൻ വിത്തൗട്ട് ബീങ് ആൻഡ്യൂലി വെറീഡ് അബൌട്ട് ദ റിസൾട്ട്. അതായത് നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചിട്ടൊന്നും വെറീഡ് ആവാതെ നിങ്ങളുടെ ബെസ്റ്റ്, അതായത് നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യുക. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. അതായത് നിങ്ങൾ കഴിവിനാൽ ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഐ വിഷ് യു ഓൾ ദ റിസൗണ്ടിങ് സക്സസ് ഇൻ ദ ഫോർത്ത് കമ്മിങ് എക്സാമിനേഷൻ. ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും, വരുന്ന എക്സാമിന് എല്ലാവിധ ആശംസകളും നൽകുന്നു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകാൻ കഴിയും. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like that.